ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. ട്രാവൽ വ്ളോഗ് ഞാനിപ്പോൾ ജാഹിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഡെലിവറിയാണ്. അപ്പോൾ നമുക്കൊരു ദിവസത്തെ ട്രാവലിംഗ് വ്ളോഗ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ എല്ലാവർക്കും വീട്ടിലോട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മൾ വണ്ടിയിലെത്തിയായിരുന്നു. നല്ല ചൂടാണ്, നല്ല വിഷയം ചൂടാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി 1 to 1 ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. 1:45 ഞാനതിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇതാണ് എൻ്റെ വണ്ടി. അതിന്ന് കഴുകാനുള്ള ബെഡ്ഷീറ്റും പിന്നെ കുറച്ച് പാൻറ്റും ഉണ്ട് കഴുകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. റൈഡ് സ്റ്റാർട്ടൊക്കെയാണ്. ഓണാണ്. പിന്നെ ഓർഡർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ പോകാം. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലൊക്കേഷനിൽ പോയിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഓർഡർ അടിച്ചായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ ഓട്ടോമാറ്റിക് അത് കിട്ടിയായിരുന്നു, പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് പിക്ക് ചെയ്യായിരുന്നു. നമുക്കിനി അത് റെസ്റ്റോറൻറ്റിൽ പോയി എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇതെങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത് തന്നെയാണ്, റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് സാധനം എടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഓർഡർ അടിച്ചത് ഡിബോണ്ട് എന്നൊരു ഹോട്ടലിലാണ്. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. 7143 ജാഹിസ്. ജാഹിസ് നോ. ready, thank you. അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തായിരുന്നു. നമ്മളിപ്പോൾ വണ്ടിയിൽ പോയിട്ട് നമുക്ക് കസ്റ്റമർ ലൊക്കേഷൻ എവിടെ നോക്കാം, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നല്ല ചൂടുണ്ട്, വിഷയം ചൂടാണ്. നല്ല വിഷയം ചൂടാണ്. 50-52 ഡിഗ്രി ചൂടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ 48-40 അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ സാധനം പിക്ക് ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുത്തു. ഇത് കസ്റ്റമർ ലൊക്കേഷൻ അടുത്ത് തന്നെയാണ് കേട്ടോ, മഹബുള്ള. നമുക്ക് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കാം. 3 കിലോമീറ്റർ കേട്ടോ, വളരെ അടുത്താണ്. ഓക്കെ, അത് കൊടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ എണ്ണ കുറവാണ്, എണ്ണ അടിക്കണം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോവാം. കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്, 3-3.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിൽ പോയി സാധനം കൊടുത്തിട്ട് ഓർഡർ കൊടുത്തിട്ട് നമുക്കൊന്ന് പമ്പിൽ പോകണം. വണ്ടി എണ്ണ നല്ല കുറവാണ്. അപ്പോൾ നമുക്കൊന്ന് എണ്ണ അടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിൽ സാധനം കൊടുത്തിട്ട് നമുക്ക് നേരെ പമ്പിലോട്ട് പോവാം. കസ്റ്റമർ ലൊക്കേഷൻ വിളിച്ചു നോക്കാം. ഓക്കെ, പേയ്മെൻറ്റ് കഴിഞ്ഞതാണ്.
അപ്പോൾ നമ്മളത് ഡെലിവറി കൊടുത്തായിരുന്നു. ഒരു കുവൈറ്റിയാണ്, ഒരാണാണ് കേട്ടോ. സാധനം കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ലൊക്കേഷനിൽ പോവാം. അതിന് മുമ്പ് എണ്ണ അടിക്കണം. പമ്പിൽ കയറി എണ്ണ അടിച്ചിട്ട് നമ്മൾ ലൊക്കേഷനിൽ പോകാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുത്തിരുന്ന വെച്ചാൽ ഒരു ഓർഡർ അടിച്ചായിരുന്നു, പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല, ഇത് കട്ടായി പോയി. ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാം. അത് കട്ടായി കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ പുതിയ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ അഭിനയം. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് പമ്പിലോട്ട് പോകാം. വണ്ടിയിലൊന്ന് പെട്രോൾ അടിക്കണം. ഓക്കെ, നമുക്ക് നേരെ അപ്പോൾ ഒന്ന് പമ്പിലോട്ട് പോകാം. നമുക്ക് പമ്പിലോട്ടുള്ള കാഴ്ച കാണാം. ആദ്യം ഫുള്ള് പോയി കാർഡ് നമുക്ക് കയ്യിൽ കാർഡുണ്ട്, ക്യാഷല്ല. നമുക്ക് ആൽഫ ടേപ്പ് എന്ന സാധനമുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്ത് വൈഫൈ ചിപ്പാണ് അതുള്ളത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കുന്നത്. ഫുൾ ടാങ്ക് വന്നിട്ട് 35 ലിറ്റർ അടുപ്പിച്ച് വരും. നിസാൻ സണ്ണിയാണ് എൻ്റെ വണ്ടി. അപ്പോൾ ഏകദേശം കുവൈറ്റ് ദിനാർ വന്നിട്ട് 2 ദിനാർ 975 അടുപ്പിച്ച് വന്നു. ഏകദേശം നാട്ടിൽ ഒരു 800-നകത്തേ ആകത്തുള്ളൂ കേട്ടോ. 800-805 ആകത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്കും പെട്രോളിന് നല്ല റേറ്റ് കുറവാണ്. 1 ലിറ്ററിന് 85 ഫിൽസ് അങ്ങനെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ നമ്മുടെ സോണിലോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സോൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സോണിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, അപ്പം സോണിലോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡുകളൊക്കെ ഏകദേശം കുഴപ്പമില്ല, നല്ല റോഡുകളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റോഡുകളിൽ ചെറിയ കുഴിയും കാര്യങ്ങളും പെട്ടെന്ന് ശ്രദ്ധിക്കാതെ കൊണ്ട് കുഴിയിലൊക്കെ ഇട്ടണേ. കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്ത റോഡുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെസേർട്ട് സൈഡിൽ കൂടെ കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഒരുപാട് ഹോട്ടലുകളാണ്. ഇതിൻ്റെ കറക്റ്റ് കണക്കറിയത്തില്ല. എല്ലാവരും പറയുന്നത് 10, 280, 300 പരം ഹോട്ടലുള്ള ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഏരിയയിലെ. ഈ ഏരിയയുടെ പേര് വന്നിട്ട് സൂഗൽ ഗ്രെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനെ 180, 200, 250, 300 എന്നും പറയുന്നവരുണ്ട്. അത്രയ്ക്കും ഹോട്ടലുകളാണ് ഈ ഏരിയയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഡെലിവറി ഡ്രൈവർമാരും ഇവിടെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ പള്ളിയൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. എന്തൊരു അത്യാവശ്യത്തിനും വലിയ കുഴപ്പമില്ലാത്ത ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്.
നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ 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 ഒരു സോൺ വന്നിട്ടുണ്ട്. ആ സോണിൽ പോയി നിന്നിട്ടുണ്ട് ഓർഡർ എടുക്കാൻ. ഞാനിപ്പോൾ ആ സോണിൽ വന്ന് കിടപ്പുണ്ട്. എന്നിട്ട് നേരെ ഓർഡർ അടിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ വിസയിൽ വരുന്ന ആൾക്കാർ, അപ്പോൾ നാട്ടിൽ നിന്ന് പറയുന്നത് തലഭാത്ത് എന്ന് പറഞ്ഞാണ് എല്ലാവരെയും എടുക്കുന്നത്. അപ്പോൾ എല്ലാം തലഭാത്തിലോട്ടല്ല. എൻ്റെ അടുത്തും അങ്ങനെയാണ് പറഞ്ഞത്. തലഭാത്ത് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. തലഭാത്ത് ഞാൻ പുറകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തലഭാത്തിൽ നല്ല ഓർഡറുണ്ട്, ബേസിക് നല്ല സാലറിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും ആ ഒരു കണക്കുകൂട്ടലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്നത് ബേസിക് ശമ്പളം എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ ബേസിക് ശമ്പളമൊന്നുമില്ല, ടാർഗറ്റാണ്. അതായത് നമുക്കിപ്പം 120 രൂപയാണ് ശമ്പളം എന്ന് പറയുന്നെങ്കിൽ ഈ 120 രൂപ ശമ്പളം കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മാസം നമുക്ക് ഇത്ര ടാർഗറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് 360 ടാർഗറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം 12 ഓർഡർ. ചില ദിവസങ്ങളിൽ 10 ഓർഡർ, ചില ദിവസങ്ങളിൽ 5 ഓർഡർ, ചില ദിവസങ്ങളിൽ 4 ഓർഡർ. ഇപ്പോൾ എന്ന് പറയുന്നത് സീസൺ ടൈം അല്ല, ഇതിപ്പോൾ ചൂട് സമയമല്ല. ചൂട് സമയത്ത് ഒട്ടുമിക്ക കുവൈറ്റുകളും, അതായത് ഒരു കുവൈറ്റിൽ ഒരു 100-ൽ 50-60% ആൾക്കാർ പുറത്ത് പോകും. അപ്പോൾ അതിൻ്റെ പൊതുവിൽ ഓർഡർ കുറവാണ്. ഒരു ദിവസം ഏറിപ്പോയാൽ 5, 6, 7 തന്നെ കിട്ടുള്ളൂ മാക്സിമം പോയാൽ. ഓർഡർ ഉള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല, 10, 15, 20 ഓർഡർ കിട്ടും. പക്ഷേ ഓർഡർ ഇല്ലാത്ത സമയത്താണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ശമ്പളം മാക്സിമം എത്ര താഴ്ത്തി തരാൻ പറ്റും എത്ര താഴ്ത്തി തരുള്ളൂ. നമ്മുടെ കമ്പനി, എൻ്റെ കമ്പനി കുറച്ച് പ്രശ്നമാണ്. കാരണം ഞാൻ വന്നൊരു 6 മാസം അടുപ്പിച്ച് ശമ്പളമൊന്നും ഇല്ലാതിരുന്നത്. അതായത് 60 ദിനാർ 70 ദിനാർ അങ്ങനെയൊക്കെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു, ഭയങ്കര സംസാരമൊക്കെ ആയി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. ഇപ്പോൾ 2 മാസം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. എന്തായാലും ഈ മാസം നാട്ടിൽ പോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ലീവിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ലീവിൻ്റെയും കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, വിസ തരുന്ന ആൾക്കാരുടെ അടുത്ത് മാക്സിമം പറയുക എന്ത് വിസ, ജോലി എങ്ങനെയാണ്, എത്ര മണിക്കൂർ ജോലിയാണ്, അതുപോലെ ഫിക്സ്ഡ് സാലറിയാണോ അതോ കമ്മീഷനാണോ അതോ ടാർഗറ്റ് ഉണ്ടോ, ടാർഗറ്റ് അച്ചീവ് ചെയ്താലേ സാലറി കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്നൊക്കെ കറക്റ്റായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് വേണം മാത്രം ഇങ്ങോട്ട് കയറുക. കാരണം പല ആൾക്കാരും പലതും പറയും. ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാം മാറിത്തിരിക്കുന്നത്, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ തലഭാത്ത് എന്ന് പറഞ്ഞ വിസയില്ല, അതായത് ഈ ഡെലിവറി ആയിട്ട് ഇങ്ങ് വരുന്ന ഏതൊരു വിസയും കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ ഡയറക്റ്റ് കമ്പനി ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് എനിക്ക് വിസ എടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞത്, തലഭാത്തിൽ ഡയറക്റ്റ് എന്നാണ് പറഞ്ഞ വിസ എടുത്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഡയറക്റ്റ് അല്ല, നമ്മൾ കോൺട്രാക്റ്റ് ബേസാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ കീഴിൽ 40 ആൾക്കാരുണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ആളെ ആവശ്യം ഉണ്ടെങ്കിൽ 15-20 പേര് അവിടെ കൊടുക്കും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ കമ്പനി അങ്ങനെയാണ് വർക്ക് കൊടുക്കുന്നത്. ഞാനൊരു 3 ദിവസം മുമ്പ് വരെ ഫാർമസി ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഫാർമസി ഡ്യൂട്ടിയിൽ നിന്ന് ഇപ്പോൾ വേറെ അവിടുത്തെ ആൾ വന്നപ്പോഴാണ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ ജാഹിസിലോട്ട് എനിക്ക് വേണ്ടി മാറ്റിയത്. ജാഹിസ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ സൊമാറ്റോ സ്വിഗ്ഗി പോലെ തന്നെയാണ് ഒരു കമ്പനിയാണ് ജാഹിസ്. പക്ഷേ ജാഹിസ് ഡയറക്റ്റ് ആൾക്കാരെ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് എപ്പോഴും അവർ അലൗഡ് ആക്കത്തില്ല. 3 മാസത്തിൽ അങ്ങനെ എന്തോ ആണ് അവർ ഈ വാക്കൻസി വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഈ വിസയിൽ വരുമ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. വിസ തരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഹായ്, അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായിരുന്നു, ഒരുപാട് തിരക്കുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ തിരിച്ച് റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് ഓട്ടം ഉണ്ടായിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കും കൂടെ ആയിരുന്നു. ഓക്കെ ഗൈസ്, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല ഓട്ടം ഉണ്ടായിരുന്നുകൊണ്ട് തുടർന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ,
അതുകൊണ്ടാണ് തിരിച്ചു പറഞ്ഞ സമയത്ത് വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടെ ചെറുതായിട്ടൊന്ന് തൊട്ട് വെച്ചത്. ഓക്കെ, അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.